വാട്സപ്പിൽ മറ്റുള്ളവരുടെ പ്രൊഫൈൽ പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കുന്നവരാണോ എങ്കിൽ ഇനി ഇത് മറന്നേക്ക്. വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചാൽ ഈ കാണുന്ന മെസ്സേജ് ആയിരിക്കും വരിക. അതായത് സ്ക്രീൻഷോട്ട് എടുക്കൽ നടക്കില്ല. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാതിരിക്കും നല്ലത് അല്ലേ? വാട്സപ്പിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വാട്സപ്പിൽ ഫോട്ടോസ് ഒക്കെ നമ്മൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും HD ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വിട്ടുപോകുന്നത്. ഇനി ആ പ്രശ്നമില്ല. ഡിഫോൾട്ട് ആയിട്ട് സ്റ്റോറേജിൽ പോയിട്ട് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി HD ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മുതൽ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നതിന് പകരമായി ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഒക്കെ പോലെ യൂസർ നെയിം ഷെയർ ചെയ്താൽ മതിയാകും. നമ്പർ കൊടുക്കാതെ തന്നെ വാട്സപ്പിൽ മറ്റൊരാളുമായി ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളിലും മെസ്സേജ് അയക്കാൻ പറ്റും. ഇതിനുവേണ്ടി പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പ് തേർഡ് പാർട്ടി ചാറ്റുകൾ കൊണ്ടുവരികയാണ്. അതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് മറ്റ് മെസ്സഞ്ചറുകളിലേക്കോ മെസ്സേജ് അയക്കാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഷെയർ ഫയൽസ് വിത്ത് പീപ്പിൾസ് നിയർ ബൈ എന്ന ഓപ്ഷനും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ആരും ബോധേടാവണ്ട. പതുക്കെ എല്ലാവരിലേക്കും